വില്ലുകുലച്ച് ഖാർഗെ 20-30 സീറ്റുകൾ കൂടെ കൈവെള്ളയിലാക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ അത്തരമൊരു തെരഞ്ഞെടുപ്പാണ് 2024 നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത്. അവിടെ അല്പം കൂടി ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഇന്ത്യ മുന്നണി ഈ രാജ്യം ഭരിച്ചേനെ. പക്ഷേ അത് നടക്കാതെ പോയി. എന്നിരുന്നാലും 400 സീറ്റ് സ്വപ്നം കണ്ടിറങ്ങിയ BJPയെ നമ്മൾ 240 സീറ്റുകളിൽ ഒതുക്കിയത് ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാൻ നോക്കിയവർക്ക് മുന്നിൽ അതേ ഭരണഘടന വെച്ച് നമ്മൾ കീഴടക്കിയതും വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ ഖാർഗെ കേരളം അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ DCC പ്രസിഡന്റുമാരെ ഉന്നം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വില്ലു കുലക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടം കെട്ടി MLA ആയി കൊടിവെച്ചകാരിൽ സഞ്ചരിക്കാമെന്ന് ഒരു DCC പ്രസിഡന്റും വ്യാമോഹിക്കേണ്ട. പകരം പണിയെടുക്കണമെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. സത്യം പറഞ്ഞാൽ വെട്ടേണ്ടവരെ വെട്ടിയും ഒതുക്കേണ്ടവരെ ഒതുക്കിയും നിർത്തേണ്ടവരെ നിർത്തിയും ചെയ്തുകൊണ്ടാണ് കോൺഗ്രസിനുള്ളിൽ ഒരു കലാശക്കൊട്ട് നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് കൈക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും ഈ അഴിച്ചുപണി കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇവിടെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ കടുത്ത നീക്കമാണത്. BJPയുടെ B ടീമായി ആരും പ്രവർത്തിക്കേണ്ട എന്നതുമായിരുന്നു അത്. അതിനു പിന്നാലെയാണ് ഖാർഗെയുടെ DCCക്കായിട്ടുള്ള ഉപദേശവും. അതായത് വിജയം DCC ഉറപ്പാക്കണം. കൂടാതെ BJPക്കും RSSനും എതിരായ നമ്മുടെ പോരാട്ടം പാർലമെന്റിനകത്തും പുറത്തും തുടരുകയും വേണം. ഈ പോരാട്ടം നമ്മൾ തെരുവിലും എത്തിക്കണം. ജില്ലാ പ്രസിഡന്റുമാരുടെ പങ്ക് അവിടെ നിർണായകമാണ്. നിങ്ങൾ ഞങ്ങളുടെ സന്ദേശവാഹകർ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽമാരാണ് എന്ന ബോധമുണ്ടാക്കി കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്. മുന്നിൽ നിന്ന് നയിക്കുന്നവരാണ് എന്നും. അതിനാൽ നിങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്തേണ്ടതിന്റെ ആവശ്യകത രാഹുൽ ഗാന്ധിയും ഞാനും തിരിച്ചറിഞ്ഞു എന്നും ഖാർഗെ പറയുന്നുണ്ട്. പ്രാദേശിക നേതാക്കളുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് പകരം ഏറ്റവും കഴിവുള്ളവരും പ്രതിബദ്ധതയുള്ളവരും കഠിനാധ്വാനികളുമായ വ്യക്തികളെ DCCകളുടെ ചുമതലകളിൽ നിയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖാർഗെ കേരളമടക്കം ഇനി നടക്കാനിരിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിന് വേണ്ടിയും ഇവിടെ വില്ലു കുലയ്ക്കുന്നത്.